പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടൊരു വാർത്ത സമൂഹത്തിൽ വലിയ ചർച്ചയായി. ഞാനടക്കമുള്ള ആളുകൾ ഒരു തീരുമാനമെടുത്തു. ഇനി ചായക്കടയിൽ പോയി സ്ട്രോങ് ടീ എന്ന് പറയുന്നതൊന്ന് ആലോചിച്ചിട്ടേ പറയൂ. സ്ട്രോങ് ടീ അടക്കം എല്ലാ ചായകളിലും ചായപ്പൊടി മായം കലർന്നതാകാനുള്ള സാധ്യത അത് ഞങ്ങൾ ഇന്നലെ കണ്ടെത്തി. പല ചായക്കടകളിലും വിൽക്കുന്ന ചായപ്പൊടി ക്വാളിറ്റി ഇല്ലാത്തതാണെന്നും ഞങ്ങൾ കണ്ടെത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ ചായപ്പൊടിക്കുള്ളിൽ കടുപ്പത്തിനു വേണ്ടിയും നിറത്തിനു വേണ്ടിയും മായം ചേർക്കുന്നത് ഞങ്ങൾ കൈയോടെ പിടിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. വ്യാജ ചായപ്പൊടി കണ്ടെത്താൻ മലപ്പുറത്തിന് പുറമെ മറ്റു ജില്ലകളിലും പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുങ്ങുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. വ്യാജ ചായയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്തയുടെ സത്യം മനസ്സിലാക്കാൻ സാധിച്ചുവെന്നാണ് മലപ്പുറത്തെ ഹോട്ടൽ ഉടമകൾ പറഞ്ഞത്. കാണാം. സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത ചായപ്പൊടി മലപ്പുറത്ത് പിടികൂടിയതിന്റെ ഞെട്ടലിലാണ് ജില്ലയിലെ വ്യാപാരികളും ഹോട്ടൽ ഉടമകളും. പേരോ ബില്ലോ ഇല്ലാത്ത ഇത്തരം ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് അടുപ്പിക്കാറില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. അംഗീകൃത കമ്പനികളിലെ ചായപ്പൊടികളാണ് ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടർ വാർത്ത പോലെയുള്ള മാധ്യമ ഇടപെടലിലൂടെ വ്യാജന്മാരെ തിരിച്ചറിയാൻ സാധിച്ചു. ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരാതികൾ ഇപ്പോൾ ഇതിൽ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ റിപ്പോർട്ടർ ടിവിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വയലത്തൂർ ഭാഗത്തൊക്കെ ഒരുപാട് ചായപ്പൊടി മായം ചേർത്ത ചായപ്പൊടി വിൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് നമ്മളടുത്ത് വരുന്നത്. എപ്പോഴും അവർക്കൊക്കെ നമ്മളെ ചായയെ പറ്റി നല്ല അഭിപ്രായവും കാര്യങ്ങളുമാണുള്ളത്. പരമാവധി ഇതുപോലുള്ള റിപ്പോർട്ടുകൾ മുഖാന്തരമാണ് ഇത് ജനങ്ങളിലേക്ക് പുറത്തെത്തുന്നത്. ഊരോ പേരോ ഇല്ലാത്ത ചായപ്പൊടികളുമായി ആളുകൾ വരാറുണ്ടെങ്കിലും അവരുടെ ഉൽപ്പന്നം ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മലപ്പുറത്തെ കുഞ്ഞാക്ക പറയുന്നു. പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ചായപ്പൊടി വേണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ സാധനങ്ങൾ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് എല്ലാ ബില്ലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്തായാലും ഉപയോഗിക്കലുള്ളൂ. മായം ചേർത്ത ചായപ്പൊടിയുമായി പിടിയിലായ ആഷിഖ് ഇവ സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്തിരുന്നോ എന്നത് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തിരൂർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഈ വാർത്ത വലിയ രീതിയിൽ ഒരു അവയർനെസ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചില ആശങ്ക ഉണ്ടാവും. നിങ്ങൾ കുടിച്ചിരുന്ന പല കടുപ്പമുള്ള ചായയും ഈ മായം ചേർന്ന ചായയാണോ എന്നൊരു സംശയമുണ്ടാവും. നമുക്കിനി വരുന്നതെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കാം. കടുപ്പമുള്ള ചായ കുടിക്കരുതെന്നല്ല, വിശ്വാസ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാത്രം കുടിക്കുക. നിങ്ങൾ ചായ തട്ടുകടകളിലൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ, ചെറിയ കടകളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും വലിയ കടകളിലാണെങ്കിലും ഇത് ഏത് തേയിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുക. പരമാവധി ബ്രാൻഡഡ് തേയില തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മായം കലർത്തുന്നത് പലപ്പോഴും ലൂസായിട്ട് കൊടുക്കുന്ന പാക്കറ്റുകളിലാണ് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഇടപെടലാണ് 100 കിലോഗ്രാം മായപ്പൊടി കണ്ടെത്താൻ സഹായിച്ചത്. ഇതല്ലായിരുന്നെങ്കിൽ ഇത് മലപ്പുറത്തുകാരുടെയും വടക്കൻ കേരളത്തിലുള്ള ആളുകളുടെയൊക്കെ വയറ്റി പോവേണ്ട മായപ്പൊടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നമ്മളുടെ വക ബിഗ് സല്യൂട്ട്. ഇനി വരും ദിവസങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരം പരിശോധനകൾ നടത്തുക. റിപ്പോർട്ടറും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടാവും. കാര്യം നമ്മളുടെ സമൂഹത്തെ നല്ല ആരോഗ്യമുള്ള സമൂഹമായി നിലനിർത്തണം. ഒരു വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. ഈ മായങ്ങളൊക്കെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ക്യാൻസർ അല്ലാതെ വേറെ എന്താ വരിക? നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതല്ലേ. പലർക്കും അവിടെ ക്യാൻസർ, ഇവിടെ ക്യാൻസർ. നിങ്ങൾ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാൾക്ക് ക്യാൻസർ വന്നു എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പേടിപ്പെടുത്താൻ പറയുന്നതല്ല. നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ ജീവിത നിലവാരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശൈലിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കഴിക്കുന്ന ഭക്ഷണം ക്വാളിറ്റി ഉള്ളതാണോ, മായം കലർന്നതാകാൻ സാധ്യതയുണ്ടോ എന്നതൊക്കെ ഒന്ന് പരിശോധിക്കണം. ജാഗ്രത വേണം, ആശങ്ക വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.